നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ പേക്കകത്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ UPI പിൻ അടിക്കാറുണ്ട്. സാധാരണ നമ്മളൊക്കെ UPIയുടെ പിൻ അടിച്ചുകൊണ്ടാണ് പണം പേയ്മെൻറ്റ് ചെയ്യാറുള്ളത്. ഇപ്പോൾ എന്നാൽ ഗൂഗിൾ പേക്കകത്ത് പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി മുതൽ നമ്മുടെ UPI പിൻ അടിക്കാതെ തന്നെ പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സൗകര്യമുണ്ട്. ഈ ഫിംഗർ പ്രിൻറ്റ് സൗകര്യത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു കടകളിൽ പോയി സ്കാൻ ചെയ്ത് ജസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് വെച്ച് കൊടുത്താൽ മതി പണം പേയ്മെൻറ്റ് ആക്കാൻ സാധിക്കും. അത് മൊബൈൽ നമ്പറിലൂടെ നമ്മൾ പണം അയച്ചു കൊടുക്കുകയാണെങ്കിലും നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് മതി, പിൻ നമ്പർ അടിച്ച് നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കാമെന്നും ഏതാണ് സെറ്റിങ്സ് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, നിങ്ങളുടെ ഗൂഗിൾ പേ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തു. ഈ ഒരു ഫീച്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ പേക്കകത്ത് ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് ഇതാ നമ്മുടെ പ്രൊഫൈലിൽ കാണും, അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗം ഇവിടെ കാണാം ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത്, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളൊക്കെ കാണാൻ സാധിക്കും. ഇതിനകത്ത് നമ്മൾ ഏത് അക്കൗണ്ടിൽ നിന്നാണോ പണം ട്രാൻസ്ഫർ ചെയ്തത്, നിങ്ങളുടെ ഒരു അക്കൗണ്ട് ആണെങ്കിൽ ആ ഒരു അക്കൗണ്ട് കാണിക്കും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. കുറച്ച് താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണുന്നെങ്കിൽ ബയോമെട്രിക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ആവശ്യപ്പെടും. നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് വെച്ച് കൺഫേം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ UPI പിന്ന് സെറ്റ് ചെയ്ത് ഒരു തവണ നിങ്ങൾ UPI പിന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ, ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും UPI പിൻ നമ്പർ ചോദിക്കില്ല. ഏത് പേയ്മെൻറ്റും നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് വെച്ച് കൊടുത്താൽ മതി. ഒരേ സമയം നമുക്ക് 5000 രൂപയുടെ പർച്ചേസ് വരെ തരത്തിൽ ഫിംഗർ പ്രിൻറ്റിൻ്റെ സഹായത്തോടെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുകൊണ്ടുള്ള സുഖം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഏതെങ്കിലും സാഹചര്യത്തിൽ ഇൻ്റർനെറ്റ് വളരെ ലോ ആയിട്ട് കുറഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഗൂഗിൾ പേക്കകത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ആകില്ല. എന്നാൽ ഇവിടെ ഫിംഗർ പ്രിൻറ്റ് സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് സ്കാൻ ചെയ്ത് ഫിംഗർ അങ്ങ് വെച്ച് കൊടുത്താൽ മതി, വളരെ ഈസി ആയിട്ട് പേയ്മെൻറ്റ് ആകും. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് കുറഞ്ഞ ഏരിയകളിലൊക്കെ പോയി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് പേയ്മെൻറ്റ് ആക്കാനും അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് കടകളിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കെ സാധിക്കും. നമ്മൾ ഏതെങ്കിലും കുട്ടികളുടെ കയ്യിലോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരുടെയും കയ്യിലൊക്കെ നമ്മുടെ ഫോൺ കൊടുത്തയക്കും പേയ്മെൻറ്റിന് വേണ്ടി. കടകളിൽ നിന്ന് സാധനം വാങ്ങാൻ വേണ്ടി കുട്ടികളുടെ കയ്യിലോ വീട്ടിലുള്ള ആരുടെയും കയ്യിലൊക്കെ നമ്മൾ ഈ ഒരു മൊബൈൽ ഫോൺ കയ്യിൽ കൊടുത്തയക്കും. അപ്പോൾ അത്ര ആളുകൾക്ക് ഈ പേയ്മെൻറ്റ് ഫിംഗർ പ്രിൻറ്റിന് പകരം പിൻ നമ്പർ അടിച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാകും. അത് അടിച്ചു കൊടുത്താൽ മതി, വളരെ ഈസി ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ആവശ്യമുള്ളവർ ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലാത്ത ആളുകൾ പഴയതുപോലെ UPI പിൻ അടിച്ചുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.